Hi guys, welcome to George Stories. അപ്പം നമ്മളിപ്പം കൊച്ചിയിൽ ചിറ്റിലപ്പള്ളി സ്ക്വയർ അവിടെയാണ്. ചിറ്റിലപ്പള്ളി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ആക്ച്വലി വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ. ഒരു 100 മീറ്റർ 200 മീറ്ററിൻ്റെ ദൂരം മാത്രമേ അവിടെ നിന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം ഇവിടെ വന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു സംഭവം കണ്ടപ്പോഴത്തേക്ക് ഇവിടെ വിസിറ്റ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം. ഞങ്ങൾ എൻ്റെ അപ്പയുടെ സിസ്റ്റർ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആൻറ്റിയും ഞാനും ജോയിലും കൂടെ വരാമെന്ന് വെച്ചു. സോ കൊച്ച് ഹൗസ് സേഫ് ചിറ്റിലപ്പള്ളിയുടെ തന്നെ ഒരു വെഞ്ചറാണിത്. വീഗാലാൻഡ്, വി ഗാർഡ്, വി സ്റ്റാർ ഒക്കെ ഉള്ളതുപോലെ തന്നെ ഈ ചിറ്റിലപ്പള്ളി സ്ക്വയർ. സോ ഇത് ഞങ്ങൾ വന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചു. തൊട്ടടുത്താണ് ഇവിടെ, പക്ഷേ ഭയങ്കര ഒത്തിരി ഓപ്ഷൻസ്, ലൈക്ക് ജസ്റ്റ് ഹ്യൂജ് കേട്ടോ. ഒരു ഇവൻറ്റ് സെൻറ്റർ പോലെയാണ്. ഇപ്പോൾ സമ്മർ കോച്ചിങ് ക്യാമ്പും അങ്ങനെ വെഡിങ് ഇവൻറ്റ്സ് ഒക്കെ ഹോസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റും. ആൻഡ് ദേ ഹാവ് എ ബിഗ് റെസ്റ്റോറൻറ്റ്. അവിടെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ഇവിടെ ഒരു വലിയ പാർക്കും, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്, പിന്നെ ഇവൻറ്റ്സ് നടത്താനുള്ള ലൈക്ക് ന്യൂമറസ് ഹാൾസ് ഒന്നല്ല, അതിപ്പോഴുള്ള ന്യൂമറസ് അറ്റ് എ ടൈം 3-4 വെഡ്ഡിങ് നടത്താനും അവർക്ക് ഫുഡ് കൊടുക്കാനുമുള്ള ഓപ്ഷൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് ദർ ആർ എ ലോട്ട് ഓഫ് ഓപ്ഷൻസ്. സോ നമ്മളങ്ങനെ സെറ്റ് ആയിട്ട് വന്ന് ഫുഡ് കഴിക്കാനാണ് മെയിൻ. ഫുഡാണ് മെയിൻ നമ്മുടെ. അങ്ങനെ വന്നിരിക്കുകയാണ്. അവർക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഞാൻ ഇൻട്രോ എടുക്കാം. എനിക്കിനി ആക്ച്വലി ഒരു 3-4 ഡേയ്സ് കൂടെ ഉള്ളൂ. സോ ഗൈസ്, ഇതാണ് എൻ്റെ അപ്പയുടെ സിസ്റ്റർ. ആൻറ്റിയും വന്നിട്ടുണ്ട്. പിന്നെ എനിക്കറിയാലോ ഓട്ടോ. ഞങ്ങൾക്ക് ചെറിയൊരു പ്ലാൻ ചേഞ്ച് ഉണ്ട്. അപ്പയും അമ്മയും കൂടെ വരുന്നുണ്ട് അല്ലേ? അതൊക്കെയാണ് കാര്യങ്ങൾ. ജെസ്സി ആൻറ്റി എന്താ ഓർഡർ ചെയ്തത്? ഫിഷ് കറി. സാമ്പാർ ശരിയാവുന്നേ. ജോയൽ ചിക്കൻ ബിരിയാണി. അവർ വരുമ്പോൾ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പം അധികം പറയാമല്ലോ. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. സോ ഗൈസ്, ദേ അമ്മയും വന്നു, അപ്പയും വന്നിട്ടുണ്ട്. നമ്മുടെ ഫാമിലി ആയിട്ടാണ്. ആരോടാ പറയണേ? ഇത് വീഡിയോ. ജെസ്സിയാണ് ജെസ്സിക്ക് കഴിക്കാൻ ചമ്മൽ. നമുക്ക് ഫുഡ് വരാത്തതുകൊണ്ട് അമ്മച്ചിയുടെ കൂടെ നമ്മുടെ ഹോം നേഴ്സ് കുറച്ച് നേരം നിൽക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും കൂടെ പോകുന്നത്. എന്നിട്ട് അമ്മച്ചീനെ ഒറ്റയ്ക്കാക്കി നമുക്ക് എല്ലാവർക്കും കൂടെ വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അമ്മച്ചിയുടെ അവിടെ ആളുണ്ട്. നമ്മളെല്ലാവരും കൂടെ വന്നു. പിന്നെ അപ്പയുടെ സിസ്റ്റർ ജെസ്സി ആൻറ്റി ഞങ്ങളിവിടെ അക്കമ്പനി ചെയ്തു. ഇങ്ങോട്ടൊക്കെ നോക്കാം. ഇടയ്ക്ക് ഗ്ലാമർ ആയതുകൊണ്ട് ഇന്ന് ഞാനൊരു ബ്യൂട്ടി പാർലറിലും പോയി ഫേഷ്യലി ചെയ്യുവോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ക്യാമറ കൊണ്ട് നോക്കാത്തതാണ്. ഗ്ലാമർ കുറവ് പോലെ അല്ലേ? ഇത് റിയൽ ആയിട്ട് ഇച്ചിരി കൂടെ ഗ്ലാമർ ഉണ്ടോ? ഫോട്ടോയിൽ ഇച്ചിരി ഗ്ലാമർ കുറവുണ്ടെന്ന്. അവിടെ പുതിയ സ്റ്റൈലാണ്. മുടിയൊക്കെ നീട്ടി വളർത്തി. മുടി വെട്ടിയ കുറച്ചുകൂടെ ഗ്ലാമറൊക്കെ ഉണ്ടായിരുന്നു. ഇതല്ലേ നല്ലത്? എന്താണെന്നറിയോ, ഈ ഷോളും തടിയുള്ളപ്പോൾ ഇത് കിടക്കുമ്പോൾ ഒരു വ്യത്യാസം തോന്നും. അതുകൊണ്ടാണ്. അല്ലാതെ ഗ്ലാമറിന് വേണ്ടിയൊന്നും അല്ല കേട്ടോ. പക്ഷെ ബ്യൂട്ടീഷ്യൻ മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്. നമ്മുടെ ഫുഡ് വന്നു. എൻ്റെയും ജോയലിൻ്റെയും അമ്മയുടെയും ബിരിയാണി വന്നു. ജെസ്സി ആൻറ്റിയുടെ മീൽസും വന്നു. ഇപ്പോൾ നമ്മൾ ഇനി അതെ ഞങ്ങളിനി വർക്കിലേക്ക് കിടക്കുകയാണ്. ടോട്ടൽ ബിസി.
ആ ചേച്ചി ഞാൻ എപ്പോഴും ബിരിയാണി ആയിരുന്നു പണ്ട്. പണ്ടത്തെ പുള്ളിങ്ങില്ല, പണ്ട് ഡബിൾ ബിരിയാണി കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഉള്ളി മീൽസ് ഭയങ്കര പോർഷൻ സൈസ് ഉണ്ട് അല്ലേ? ഇവിടെ ഇപ്പോൾ ഒരു കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫുഡാണ് പകുതി കൊടുക്കുന്നത്, ബാക്കി റെസ്റ്റോറൻറ്റും ഫങ്ഷനിങ് ആണ്. എങ്ങനെയുണ്ട് അമ്മ ഫുഡ്? ആ എന്നാലും പറയാം. അമ്മ ഫസ്റ്റ് ടൈം അല്ലേ ഇവിടെ? ജോയലും ഫസ്റ്റ് ടൈം. എങ്ങനെയുണ്ട് ജോയൽ ബിരിയാണി? ജെസിയാനി മുന്നേ വന്നിട്ടുണ്ട് അല്ലേ? വന്ന് ഉല്ലാസ എന്താ വിശ്രമവേളകൾ ആനന്ദകരം ആക്കാറുണ്ട്. ജെസിയാൻഡി ഈസ് വെരി സോഷ്യൽ പേഴ്സൺ. ജെസിയാൻഡിക്ക് ഇവിടെ മറ്റേ ഗ്രൂപ്പൊക്കെ ഉണ്ട് അല്ലേ? വാട്സാപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ആയിട്ട് ജെസിയാൻഡി വരുന്നതാണ്. അപ്പോൾ പിന്നെ വന്നിട്ടുണ്ട് ഇവിടെ. ബട്ട് എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? കുളപ്പനാണ്. ജോയല് 1 റൗണ്ട് ഓഫ് ബിരിയാണി കഴിഞ്ഞിട്ട് 1 റൗണ്ട് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളു. അങ്ങനെ ചുമ്മാ ഒരു ഫാമിലി ആയിട്ട് ഞങ്ങൾ പുറത്ത് പോകണം എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് മാരിയാട്ട്, Le Méridien, മെനി. അപ്പൊ സാറിന് ബിസി ഷെഡ്യൂൾ ആണല്ലേ? പിന്നെ ഞാൻ പലപ്പോഴും കേരളത്തിൽ കാണാറില്ലല്ലോ. ഞാൻ ഫുള്ളായിട്ടും നമ്മുടെ ഈ ബിസിനസ് ട്രിപ്പാണ്. ജപ്പാൻ, ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, അമേരിക്ക, കാനഡ. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥാപനത്തില് ഫുഡിന്റെ ടേസ്റ്റ് ഉണ്ട്. നമ്മളെ ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഞാൻ പോകുന്ന സമയത്ത് ഇതില്ല, ഈ സംഭവം ഇല്ല. ചിറ്റിലപ്പള്ളി സ്ക്വയറില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെയാണ്. പക്ഷെ ഇതിപ്പോൾ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുണ്ടല്ലേ? നല്ലൊരു സംഭവം. നമുക്ക് ഇത് അടുത്ത് തന്നെ ഉണ്ടെന്നുള്ളതാണ്. ഒരു 200 meters അല്ലേ? അറ്റ് എ ടൈം 4 or 5 അല്ലേ ഫങ്ഷൻസ് നടത്താൻ, ഇവൻറ്റ്സ് നടത്താനുള്ള സ്പേസും പിന്നെ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഏരിയയും അവർക്കുണ്ട്. പിന്നെ വെൽനസ് സെൻ്റർ ഉണ്ട്. പിന്നെ ഇവിടെ കോച്ചിങ് ക്യാമ്പ്സ് ഒക്കെ നടക്കുന്നുണ്ട്. സമ്മർ കോച്ചിങ് ക്യാമ്പ്സ്, വെൽനസ് സെൻ്റർ, പിന്നെ എന്താ കുറേ ചെറിയ റൈഡ്സോ ഒക്കെയാണ്, സിപ്പ് ലൈനും അങ്ങനത്തെ കുറച്ച് റൈഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ചിറ്റിലപ്പള്ളി സ്വിമ്മിംഗ് പൂളുണ്ട്. അവിടെ ക്ലാസ് ഉണ്ടോ ജോയൽ? അവിടെ മറ്റേ ഇതുണ്ടോന്ന് ചോദിച്ചു. സ്വിമ്മിങ് പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ. പായസം. ഓക്കെ ഗൈസ്, പറ എൻ്റെ വ്യൂവേഴ്സിനോട് പറ പോവാന്ന്. ബൈ വ്യൂവേഴ്സ്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പോകാനായിട്ട് പോകുന്നു. ഇവിടെ നല്ലതായിരുന്നു, ഫുഡൊക്കെ നല്ലതായിരുന്നു. ഒത്തിരി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട്. ധ്യാനം കൂടാനാണ് പറഞ്ഞത്. കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ. നമ്മൾ പുറത്തിറങ്ങിയിട്ട് കുറച്ച് ഏരിയാസ് ഒക്കെ ഞാൻ കാണിച്ചത് ഭയങ്കര സൂപ്പറായിട്ട് അവർ ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഏരിയ ഒക്കെ കാണാൻ ഭയങ്കര സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഡേ സ്പെൻഡ് ചെയ്യാൻ ഇവിടെ എനിക്ക് റൂംസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അല്ലെ ജിസിയാൻഡി? ഡേ സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഒരു സ്റ്റേക്കേഷൻ പോലെയൊക്കെ വന്നാൽ ദ ഏരിയ ഈസ് വെരി നൈസ്. വെരി നേച്ചറിസ്റ്റിക് ആയിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇറ്റ് ലുക്സ് ലൈക്ക് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് പോലെയൊക്കെ ഇറ്റ് ലുക്സ് ലൈക്ക് സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പം അങ്ങനെ താല്പര്യമുള്ളവർക്ക് വരാം. ഇതാണ് നമ്മളിപ്പം കഴിച്ച ബിൽഡിംഗ്. ഫുഡ് സ്ക്വയറാണ്, ചിറ്റിലപ്പള്ളി സ്ക്വയർ. ഇതൊക്കെ ഉണ്ടോ? ഐ ലവ് ചിറ്റിലപ്പള്ളി ഒക്കെ. ചിറ്റിലപ്പള്ളി സ്ക്വയറാണ് ഇത്. അവിടെ ഈ ഒരു ഏരിയ ആണ് വെൽനെസ്സിൻ്റെ ഏരിയ വരുന്നത് കേട്ടോ. വെൽനെസ് പാർക്കോ
വെൽനെസ് പാർക്ക് അത് തന്നെ. അതൊക്കെ ആണ്. പക്ഷേ അങ്ങോട്ട് ഏക്കേഴ്സ് ഓഫ് ലാൻഡാണ്. ഓപ്പൺ സ്ക്വയറൊക്കെ ഉണ്ട്, ഓപ്പൺ സ്റ്റേജ്. സോ ഇവൻറ്റ്സ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. ഓൾറെഡി ഇവിടെ ഒരു കല്യാണം നടക്കും, അതിനുള്ള ഒരു സദ്യയും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇതേ ഞാനുള്ള കുറച്ച് കുഞ്ഞു റൈറ്റ്സ് മാതിരി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതാണ് ഇതൊക്കെ. നമ്മൾ കുട്ടികളെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. കുഞ്ഞു റൈഡ്സ്, പാർക്ക്, സിപ്പ് ലൈൻ ഒക്കെ ഇവിടെ ഉണ്ട്. സോ ദിസ് ഇസ് ദാറ്റ്. കുഞ്ഞൊരു വീഗാലാൻഡ്, മിനി വെള്ളമില്ലാത്ത വീഗാലാൻഡായിട്ട് വരുന്നത്. സെറ്റപ്പാണ്. ഇങ്ങോട്ട് ബഗ്ഗിയൊക്കെ ഉണ്ട്. ബഗ്ഗി എടുത്ത് പോകാൻ മാത്രമുള്ള സ്പേസൊക്കെ ഉണ്ടാവും ഇതിന്. അതായിരിക്കും അത്ര അവർ ബഗ്ഗിയൊക്കെ വച്ചേക്കുന്നത്. വീഗാലാൻഡിലുള്ള ആനയാണെന്ന് തോന്നി. ആനയെ ചിറ്റിലപ്പള്ളി വിട്ടില്ല. കണ്ടോ, ഓക്കെ ഗൈസ്, അപ്പം അതൊക്കെ ഉള്ളൂ. വേഗം തന്നെ അപ്പം ബൈ പറയാണ്, നിർത്തിപ്പോവാൻ വേണ്ടിയിട്ട്. സോ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ. ദിസ് ഇസ് ജോർജ് സ്റ്റോറി signing off. Bye.